ഏതു പശ്ചിമേഷ്യ വലിയ അശാന്തിയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഇറാന്റെ ഈ വിലാപയാത്ര, അതായത് പരമോന്നത നേതാവിന്റെ വിലാപയാത്രക്കിടെ യുദ്ധം തുടങ്ങിയ സമയത്ത് അവിടുത്തെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചു. വലിയ രീതിയിലുള്ള ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായി. ഇപ്പോൾ ദാ ഈ ചെങ്കടൽ പാതയും കൂടി അടയ്ക്കുകയാണ് എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യുദ്ധത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? കാരണം അത്രയും ഒരു വലിയ രീതിയിലുള്ള ഭീതി പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഭീതി എന്ന് പറയുന്നത് നിലനിൽക്കുന്നതാണ്. അത് ഉടലെടുത്തതല്ല, നിലനിൽക്കുന്നതാണ്. പക്ഷേ ആ ഭീതി ഒന്ന് ഒഴിഞ്ഞിരുന്നു. ജൂൺ 13, 14 ദിവസങ്ങളിലായിട്ട് കരാറിൽ ഒപ്പിട്ടു. ആ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഹോർമുസ് കടലെടുക്ക് തുറന്നു. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുമെന്ന് അമേരിക്കയും പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും പ്രശ്നങ്ങളില്ല, തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് കരുതിയാണ്. അപ്പൊ അന്ന് ഹോർമുസ് കടലെടുക്കിന്റെ പേരിലാണ് ഈ കരാർ ഒപ്പിട്ടതെങ്കിൽ ഇപ്പൊ ഈ യുദ്ധം തുടങ്ങുകയും കരാർ എറിയപ്പെടുകയും ചെയ്യുന്നതും ഹോർമുസിന്റെ പേരിൽ തന്നെയാണ്. അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം. അതായത് ഹോർമുസ് കടലെടുക്ക് തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞാണ് അതിനാണ് ഈ കരാറിൽ ഒപ്പിട്ടത്. അമേരിക്കയുടെ മുന്നിൽ ഹോർമുസ് തുറക്കാതിരിക്കുന്നിടത്തോളം കാലം അമേരിക്കയെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം കപ്പലുകൾ കെട്ടിക്കിടക്കുന്നു, 11,000-ലധികം കപ്പലുകൾ പലയിടങ്ങളിലായി കെട്ടിക്കിടക്കുന്നു. അമേരിക്കയുമായി ചങ്ങാത്തം പുലർത്തുന്ന ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അത് ബാധിക്കുന്നു. അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലായ സമയത്ത് തന്നെയാണ് അമേരിക്ക ഈ കരാറിന് മുൻകൈയെടുത്ത് ഇറാൻ പറഞ്ഞതെല്ലാം അംഗീകരിച്ച് ഈ കരാറിൽ ഒപ്പിട്ടത്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ ഹോർമുസ് കടലെടുക്ക് തുറന്നതിന് പിന്നാലെ അമേരിക്കയ്ക്കുണ്ടായിരുന്ന സമ്മർദ്ദമായിരുന്നു. പകുതിയിലധികം കപ്പലുകൾ കടന്നുപോയി. ലോകത്ത് എണ്ണവില കുറയുന്നു, ക്രൂഡ് ഓയിൽ വില കുറയുന്നു, വിപണികൾ വീണ്ടും സജീവമാകുന്നു, ഉണ്ടായിരുന്ന പ്രതിസന്ധി മാറി തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് അമേരിക്ക കടക്കുന്നു. ഹോർമുസിൽ വലിയ ആക്രമണം അഴിച്ചുവിടുന്നു. ഹോർമുസിൽ ആക്രമണം അഴിച്ചുവിടുന്നു എന്നല്ല, ഹോർമുസിന്റെ പേരിൽ ഇറാനിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇറാന് വലിയ തിരിച്ചടിയാണ്. പക്ഷേ ഇറാൻ ഇത്രയും നാള് നിശബ്ദമായിരുന്നത്, അല്ലെങ്കിൽ വലിയ തിരിച്ചടികൾ നൽകാത്തത് അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ സംസ്കാരം നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ആ സാഹചര്യവും കടന്നിരിക്കുന്നു. സംസ്കാരം നടന്നു, കോടിക്കണക്കിന് ജനങ്ങൾ, ഇറാനികൾ അതിൽ പങ്കെടുത്തു. അവരെല്ലാം തങ്ങളുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനം തകർത്ത, അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറുന്ന അമേരിക്കക്കെതിരെ ശക്തമായി തിരിച്ചടിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇറാന് മുന്നിൽ അവരുടെ വജ്രായുധങ്ങൾ ഒന്നൊന്നായി പുറത്തെടുക്കാനുള്ള സമയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കുക. അപ്പോൾ ഇത്രയും നാൾ അവിടെ കപ്പലുകൾ പോകേണ്ട ഒരു പാത ഇറാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ പാതയ്ക്ക് വിരുദ്ധമായി ഒമാൻ തീരത്തോട് ചേർന്ന്, ഇപ്പോൾ ഈ ഹോർമുസ് എന്ന് പറയുന്നത് റാ പോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ്, ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രദേശം. അതിലൊരു 33 കിലോമീറ്റർ വീതിയുള്ള ഒരു മേഖലയുണ്ട്. ആ മേഖലയാണ് ഏറ്റവും അധികം ഇറാനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം. പക്ഷെ ഇതിൽ തന്നെ ഒമാൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ അതിലെ കപ്പലുകൾ പറഞ്ഞയച്ചൊരു സമാന്തര ഹോർമുസ് പാത ഉണ്ടാക്കി ഇറാന്റെ ഹോർമുസിലെ ആ ഒരു അപ്രമാദിത്വം അവസാനിപ്പിക്കാമെന്നുള്ള കണക്കൂട്ടലായിരുന്നു അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഇറാൻ ഈ സംസ്കാര ചടങ്ങുകളുടെ തിരക്കിലും മറ്റും ആകുന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. ആ സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ ഒരു കപ്പൽ പാത ഉണ്ടാക്കിയെടുക്കാം, ഇതൊക്കെയായിരുന്നു അവന്മാരുടെ ചിന്ത. പക്ഷെ ഇറാൻ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയായിരുന്നു. അവിടങ്ങളിൽ അങ്ങനെ നീക്കങ്ങൾ നടന്നതിനെ ശക്തമായിട്ട് ഇറാൻ പ്രതിരോധിക്കുന്നു, അതിനെതിരെ വരുന്നു, ഹോർമുസ് അടയ്ക്കാൻ പോകും എന്ന് മാത്രമല്ല, ഇപ്പോൾ ബാബൽ മന്ദബ് കടലിടുക്ക് എന്ന് പറയുന്ന ചെങ്കടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം. ഈ ബാബൽ മന്ദബ് കടലിടുക്ക് ഇതിനു മുമ്പ് വാർത്തകളിൽ നിറഞ്ഞത്, ആ മേഖല മുമ്പ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധമുണ്ടായ സമയത്ത്, ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയ സമയത്ത് ഗസയോടുള്ള ഐക്യപ്പെടലിന്റെ ഭാഗമായും ഇസ്രായേലിനെതിരായ നിലപാടിന്റെ ഭാഗമായിട്ടും അന്ന് ഹൂത്തികൾ എന്ന് പറയുന്ന ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പ് ഉപരോധിച്ച സ്ഥലമാണ്. അമേരിക്ക ഉൾപ്പെടെ നാറ്റോ സഖ്യം തലകുത്തി മറിഞ്ഞിട്ടും അവിടെയുള്ള ഹൂത്തികളുടെ ഉപരോധം അവസാനിപ്പിക്കാൻ, യമനിലെ ഹൂത്തി കേന്ദ്രങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഒന്നും കഴിഞ്ഞില്ല. അവിടെ ഇപ്പോഴും ഹൂത്തികളുടെ അപ്രമാദിത്വം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഹോർമുസ് കടലിടുക്ക്, ഗൾഫ് മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഹോർമുസ് കടലിടുക്ക്, അതുപോലെ തന്നെ സൂയസ് കനാലിലേക്ക് കടക്കുന്ന ബാബൽ മന്ദബ് കടലിടുക്ക് എന്നിവ രണ്ടും അടയ്ക്കപ്പെട്ടാൽ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനം, ഇപ്പോൾ സാമ്പത്തികമായിട്ടും ഈ വ്യാവസായികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഈ അന്ന് ബാബൽ മന്ദബ് കടലിടുക്ക് അടച്ച സമയത്ത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ വ്യാവസായിക മേഖലയ്ക്ക് വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു. ഇസ്രായേലിലെ പല പോർട്ടുകളും അടച്ചുപൂട്ടുന്ന സാഹചര്യങ്ങൾ, അവിടുത്തെ ഇസ്രായേലിലെ വ്യാപാര സ്ഥാപനങ്ങളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ വാണിജ്യ സ്ഥാപനങ്ങളെ, കമ്പനികളെ ഒക്കെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ യൂറോപ്പിനെയും അതുപോലെ തന്നെ
ഈ പറയുന്ന ഇസ്രായേലിനെയും ഒക്കെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു നീക്കമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ഒരേ സമയം അടയ്ക്കപ്പെട്ടാൽ പിന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഇറാന്റെ പക്കൽ ഒരു വജ്രായുധമല്ല, വജ്രായുധങ്ങൾ എന്ന് പറയാവുന്ന ഹോർമുസ് ഉണ്ട്, ബാബൽ മന്ദബ് കടലിടുക്കുണ്ട്, അതുപോലെ ഗൾഫ് മേഖല, ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ പദ്ധതിയിട്ടാൽ, ഇപ്പോൾ അവധിക്കാലമാണ്, പ്രവാസികൾ നാട്ടിലേക്ക് വരാൻ നിൽക്കുന്നു. ഓഗസ്റ്റ് മാസത്തിൽ പ്രവാസികൾ നാട്ടിൽ നിന്ന് പോകാൻ, അത് കഴിഞ്ഞ് അവധി ആഘോഷിച്ച് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയമാണ്. അപ്പം ഈ ഘട്ടങ്ങളിലൊക്കെ ഈ യുദ്ധം തുടരുകയാണെങ്കിൽ വിമാന കമ്പനികൾക്ക് സർവീസ് നിർത്തിവെക്കേണ്ടി വരും, വ്യോമപാതകൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധി, അതൊരു വലിയ സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ഇറാൻ കാണുന്നത്. അപ്പോൾ ഗൾഫ് മേഖലയിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവിടങ്ങളിലെ വ്യോമപാതകൾ അടയ്ക്കും, വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കും അല്ലെങ്കിൽ നിർത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യങ്ങളിലെ ജനങ്ങൾ വലിയ സമ്മർദ്ദം അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് മേൽ ചെലുത്തും, അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്ക് അത് താങ്ങി നിൽക്കാൻ കഴിയില്ല. അതൊരു കാരണം. ഞാൻ ഹോർമുസ് അടയ്ക്കുന്നതും ബാബൽ മന്ദബ് കടലിലേക്ക് അടയ്ക്കുന്നതും ഒക്കെ മറ്റൊരു വിഷയം. അതുപോലെ തന്നെ ഈ എയർ സ്പേസ് അടയ്ക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വ്യാപാര നഷ്ടവും ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ആ രാജ്യങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം വീണ്ടും തുടരും. അതുപോലെ തന്നെ ഈ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ച് മുമ്പത്തെ പോലെയാണെങ്കിൽ തിരിച്ച് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ ഒരു പക്ഷേ ഗൾഫ് മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കും പ്രത്യാക്രമണം ഉണ്ടായേക്കാം. ഈ ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്ന് പറയുമ്പോഴും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ ഏത് രീതിയിലുള്ള നീക്കങ്ങളായിരിക്കും ഇറാൻ ചെയ്യാൻ പോകുന്നത് എന്ന് ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം രീതിയിലാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ ഒരു കാഠിന്യം എത്തി നിൽക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഏതു റഷ്യയും ചൈനയും ഈ പഴയ പോലെ തന്നെ വീണ്ടും ഇറാനൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഇത് വീണ്ടും അങ്ങനെയാണെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കില്ലേ? കാരണം മറുവശത്ത് ഈ അമേരിക്കയുടെ ഭാഗത്ത് പിണങ്ങിപ്പോയ ഇസ്രയേൽ വീണ്ടും ഫോൺ സംഭാഷണമൊക്കെ നടത്തി ഇരുവരും കൂടി പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളും ഉണ്ട്, നാറ്റോ സഖ്യങ്ങളും അവർക്കൊപ്പം ഉണ്ട്. അപ്പൊ ആ ഒരു നീക്കം അവിടെ നടക്കുമ്പോൾ മറുവശത്ത് റഷ്യയും ചൈനയും നേരിട്ട് തന്നെ ഇറാനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത്. ഇതിനൊരു മേഖലാ യുദ്ധമായി മാറ്റുക എന്നുള്ളത് ഇറാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു യുദ്ധം തുടങ്ങിയാൽ ഇത് മേഖലാ യുദ്ധമായി മാറും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ഇറാനാണ്. അപ്പം ഇതൊരു മേഖലാ യുദ്ധം എന്ന നിലയിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു. പക്ഷെ ഇതിനെ രണ്ട് ശാക്തിക ചേരികൾ ഏറ്റുമുട്ടുന്ന ഒരു മഹായുദ്ധം എന്ന തലത്തിലേക്ക്, വികസിക്കുന്ന തരത്തിലേക്കാണ് അമേരിക്ക ഇതിനെ കൊണ്ടുപോകുന്നത്. കാരണം അമേരിക്ക കഴിഞ്ഞ ദിവസം നടന്ന നാറ്റോ യോഗത്തിൽ, തുർക്കിയിൽ നടന്ന, അങ്കാറയിൽ നടന്ന നാറ്റോ യോഗത്തിൽ നാറ്റോ രാജ്യങ്ങളോട് പറഞ്ഞ ഒരു ആഹ്വാനമുണ്ട്. ഹോർമുസ് കടലെടുക്ക് തുറക്കാൻ വേണ്ടി ഞങ്ങൾ അക്ഷീണം പ്രയത്നിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു വിമർശനം ട്രംപ് ഉന്നയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാറ്റോ രാജ്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഉണ്ട് കൂടെ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി ഒക്കെ അടങ്ങുന്ന നാറ്റോ രാജ്യങ്ങൾ, അവരുടെ പ്രതിനിധികൾ പറഞ്ഞു ഞങ്ങളും കൂടെ വരാം, ഹോർമുസ് തുറക്കുക എന്നുള്ളത് ലോകത്തിന്റെ ആവശ്യമാണ്, അതൊരു സ്വതന്ത്ര കപ്പൽ പാതയാണ്, ആ കപ്പൽ പാത ഒരിക്കലും ഇറാന് മാത്രമായി കൈവശം വയ്ക്കാൻ കഴിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും നിങ്ങൾക്കൊപ്പം നിൽക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഫ്രാൻസ് ഒരു ഘട്ടത്തിൽ ഞങ്ങളും ഈ പെട്രോളിങ്ങിന് വേണ്ടി അങ്ങോട്ടേക്ക് വരാം, മൈനുകൾ നീക്കം ചെയ്യാൻ ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞു ഹോർമുസിലേക്ക് മറ്റാരും വരേണ്ടതില്ല, ഞങ്ങൾ തന്നെ ചെയ്തു തരാം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്കാണ് അതിനുള്ള സ്വാതന്ത്ര്യം, അത് ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അപ്പം മറ്റൊരു രാജ്യങ്ങളെയും ഹോർമുസിലേക്ക് അടുപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ അമേരിക്കയുടെ 20ഓളം പെട്രോളിംഗ് കപ്പലുകൾ അല്ലെങ്കിൽ ചെറിയ പടക്കപ്പലുകൾ പെട്രോളിങ്ങിന് വേണ്ടി ഈ ഹോർമുസ് കടലെടുക്ക് ഭാഗത്തേക്ക് നീങ്ങിയിരുന്നു. പക്ഷേ ഇറാൻ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വന്നാൽ ഒറ്റ സൈനികരും ജീവനോടെ തിരിച്ചു പോകില്ല, അങ്ങനെ അവർക്ക് പോകേണ്ടി വന്നു. പക്ഷെ അപ്പോഴും ഹോർമുസിലെ ഒരു ഇടപെടൽ നടത്തുക എന്നുള്ളത് അമേരിക്കയുടെ സ്വപ്നമാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നാറ്റോ സഖ്യത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ നാറ്റോ സഖ്യം വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോർമുസ് കടലെടുക്ക് എന്ന് പറയുന്നത് ചൈനയുടെ കൂടി താല്പര്യമുള്ള പ്രദേശമാണ്. ചൈനയിലേക്ക് ഏറ്റവും അധികം എണ്ണ കൊണ്ടുപോകുന്ന ഒരു പാത കൂടിയാണ്. അപ്പോൾ ഇത് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചൈനയ്ക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇറാന് അതിന്മേലുള്ള അപ്രമാദിത്വം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും, അല്ലെങ്കിൽ ഇറാൻ പരിപൂർണമായി അവിടെ നിന്ന് പിന്മാറ്റപ്പെടുകയും അമേരിക്ക അത് കൺട്രോൾ ചെയ്യുകയും ചെയ്താൽ ചൈനയ്ക്ക് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഇപ്പം തന്നെ വെനസ്വല അമേരിക്ക കീഴടക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എണ്ണ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം, ചൈനയുടെ ഏതാണ്ട് 70% എണ്ണ വരുന്ന വെനസ്വലയിൽ നിന്നായിരുന്നു എന്നാണ് കണക്ക്. അപ്പോൾ അവിടെ നിന്ന് എണ്ണ വരാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ അവിടെ നിന്ന് എണ്ണ വരാതിരിക്കുകയല്ല, അവിടെ നിന്ന് എണ്ണ വേണമെങ്കിൽ ചൈനയ്ക്ക് അമേരിക്ക ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വരുന്നൊരു ഘട്ടമുണ്ട്. അപ്പം ഇവിടെയും അതുപോലെ വരിക എന്നുള്ളത് ചൈനയെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് അമേരിക്കയുടെ
കാല് പിടിക്കേണ്ട അവസ്ഥയിലേക്ക് പോകേണ്ട അവസ്ഥ. അപ്പോൾ അത് ഒരിക്കലും ചൈന അത്തരത്തിൽ സമ്മതിക്കില്ല. പിന്നെ രണ്ടാമതായി ചൈനയും റഷ്യയും എപ്പോഴും അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ നിർണായകമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക്, അതായത് ആണവ കേന്ദ്രങ്ങൾക്ക് ബാക്കപ്പ് ആരാണ് കൊടുക്കുന്നത്? റഷ്യയാണ്. റഷ്യയുടെ ജീവനക്കാർ, 200ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ആണവ കേന്ദ്രം ഇറാനിലുണ്ട്. അമേരിക്ക ആക്രമിക്കുമ്പോൾ ഒരിക്കലും അവിടേക്ക് ആക്രമണം നടത്തില്ല. ആ ആണവ കേന്ദ്രത്തെ അമേരിക്ക തൊട്ടിട്ടില്ല ഇതുവരെയും അമേരിക്കയുടെ വെല്ലുവിളികളിൽ എവിടെയും ആ ആണവ നിലയത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. മുമ്പ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് 3 ആണവ കേന്ദ്രങ്ങൾ ഇറാനിലെ തകർത്ത് കളഞ്ഞു എന്നൊക്കെ അമേരിക്ക പറഞ്ഞപ്പോഴും ആ ആണവ കേന്ദ്രത്തിന്റെ 7 അയലത്തേക്ക് അമേരിക്ക അടുത്തിട്ടില്ല. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ ആണവ പരീക്ഷണങ്ങൾ, റഷ്യ എന്ന് പറയുന്നത് ഇറാനുമായി അത്രയധികം യുദ്ധത്തിൽ സൗഹൃദമുള്ള രാജ്യമാണ്. കാരണം ഉക്രൈനുമായിട്ടുള്ള യുദ്ധ സമയത്ത് റഷ്യക്ക് ഒരുപാട് ഡ്രോണുകൾ നൽകി സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോൾ റഷ്യ തിരിച്ച് സഹായിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരത്തിലൊരു സഹായം. 2, ഈ ആണവ കേന്ദ്രങ്ങൾ, ഇറാനിൽ നടക്കുന്ന ആണവ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് റഷ്യയുടെ കൂടി മേൽനോട്ടത്തിൽ നടക്കുന്നതാണ് ഒരു പരിധിവരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കയറി അമേരിക്ക കളിച്ചാൽ അത് റഷ്യയുടെ കൂടി പ്രശ്നമായിട്ട് മാറേണ്ടതാണ്. ഈ റഷ്യ ആ നിലയിൽ നിലപാട് സ്വീകരിക്കും. ചൈനയെ സംബന്ധിച്ച് ഒരു ശാക്തിക ചേരി അമേരിക്കയ്ക്കെതിരെ പശ്ചിമേഷ്യയിൽ രൂപീകരിക്കണം എന്ന നിലയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ വെറുതെ അങ്ങനെ വിട്ടുകൊടുക്കാൻ, അതായത് നാറ്റോ സഖ്യം ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയാൽ ഇപ്പുറത്ത് ഈ സഖ്യവും ഇറങ്ങും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ബാബൽ മന്ദബ് കടലെടുക്ക് അടയ്ക്കുന്നു, ഹോർമുസ് കടലെടുക്ക് അടയ്ക്കുന്നു. ലോകത്തിന് മുഴുവൻ വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇവർ ചൈനയും റഷ്യയും ഇറാനൊപ്പം നിൽക്കുകയും അമേരിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഈ ബാബൽ മന്ത് കൂടി അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവില്ല. കാരണം ഹോർമുസ് പൂർണ്ണമായിട്ട് അടച്ചപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന യുദ്ധത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല, വാതക സിലിണ്ടറുകൾ വീടുകളിൽ എത്തുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പല രാജ്യങ്ങളും, ഈ ഖത്തർ എന്നൊക്കെ പറയുന്നത് ഈ ഹോർമുസിനെ പൂർണ്ണമായിട്ടും ഭക്ഷ്യവസ്തുക്കൾ ആശ്രയിച്ച് ജീവിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അവരുടെ 80% ഭക്ഷണം വരുന്നതും ഈ കടലെടുക്ക് വഴിയാണ്. ആണെങ്കിൽ ഇപ്പൊ അത് പൂർണ്ണമായിട്ടും അടച്ച് ഈ ഒരു ബാബൽ മന്ത് കടലും പൂർണ്ണമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ വലിയൊരു തീർച്ചയായിട്ടും വലിയ പ്രശ്നത്തിലേക്ക് പോകും. ഇതുമായി ബന്ധപ്പെട്ട് വന്നൊരു ലേഖനത്തിൽ ചില വരികൾ ഞാൻ വായിക്കാം. അതായത് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഊർജ വാണിജ്യ ഗതാഗതം നടത്തുന്ന 2 കടലെടുക്കുകൾ, അതാണ് ഈ ഹോർമുസും ബാബൽ മന്ദബ് കടലെടുക്കും. ഇത് രണ്ടും ഒരേ സമയം തടസ്സപ്പെടുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് സൂയസ് കനാൽ വഴി ചെങ്കടലിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കുന്ന പാതയാണ് ഈ ബാബൽ മന്ദബ്. അത് തടസ്സപ്പെടും. വാണിജ്യ കപ്പലുകളെ ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു വഴിയുണ്ട്, ഗുഡ് ഹോപ്പ് മുനമ്പ്, അതുവഴി തിരിച്ചുവിടേണ്ടി വരും. അങ്ങനെ വന്നാൽ ഈ കപ്പലുകൾ സാധാരണഗതിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തേണ്ടതിനേക്കാൾ 14 ദിവസത്തോളം, 2 ആഴ്ചയോളം വൈകിയായിരിക്കും എത്തുക. ഇത് ഗതാഗത സമയം വർദ്ധിപ്പിക്കും, സ്വാഭാവികം. അതോടൊപ്പം ചരക്ക് ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കും, വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. അതുപോലെ തന്നെ ഇത് വഴി തിരിച്ചു വിടുന്ന ഈ ഗുഡ് ഹോപ്പ് മുനമ്പ് ആഫ്രിക്കൻ തീരങ്ങളിലൂടെയാണ് വരുന്നത്. അവിടെ കടൽ കൊള്ളക്കാരുടെ ശല്യം വളരെ കൂടുതലാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള ആക്രമണങ്ങളും ആ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇവർ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും, ഈ വജ്രായുധം ഇറാൻ വീശിക്കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഗൾഫ് ഉൾപ്പെടെ നീങ്ങും എന്ന് മാത്രമല്ല, ഗൾഫിന് അത് മറ്റൊരു തരത്തിൽ, വാണിജ്യ തലത്തിൽ വലിയ പ്രതിസന്ധിയാകും. യുദ്ധം രൂക്ഷമായാൽ ഗൾഫിലേക്ക് ആക്രമണങ്ങൾ നടക്കും, അതും വലിയ പ്രതിസന്ധിയാകും. അങ്ങനെ കൂട്ടപ്പൊരിച്ചിൽ എന്ന് പറയാവുന്ന, ഒരേ സമയം പലയിടങ്ങളിലേക്ക് നിരന്തരമായ പ്രഹരമേൽപ്പിക്കുക, അത് ആയുധങ്ങൾ കൊണ്ട് പ്രഹരമേൽപ്പിക്കുക, ഉപരോധങ്ങൾ കൊണ്ട് പ്രഹരമേൽപ്പിക്കുക, ആശയങ്ങൾ കൊണ്ട് പ്രഹരമേൽപ്പിക്കുക, നിലപാടുകൾ കൊണ്ട് പ്രഹരമേൽപ്പിക്കുക, അങ്ങനെ ഒരേ സമയം നാനാ മേഖലകളിലേക്ക് പല രീതിയിൽ പ്രഹരമേൽപ്പിക്കുക എന്നുള്ള രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഇറാൻ കടക്കുകയാണ്. ഇറാൻ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് ആത്മീയമായി അല്ലെങ്കിൽ വൈകാരികമായി നിലകൊള്ളേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞു. ഇനി യുദ്ധത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതായത് ഖാംനേയിയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്ന യുദ്ധം മറ്റു രാജ്യങ്ങൾ, ഒരു മര്യാദയാണ്. ആ മര്യാദയില്ലാത്ത വിധത്തിൽ ഇറാന് നേരെ ആക്രമിച്ചതിനുള്ള പ്രതികാരം ഇറാൻ അധികം വൈകാതെ തന്നെ തീർക്കും. അത് ഇത്തരത്തിൽ വജ്രായുധങ്ങൾ വീശിയാൽ അത് ലോകത്തിന് മുഴുവൻ വലിയ പ്രതിസന്ധിയാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.